ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവാഹാരം, ജീവൻ്റെ അപ്പം. നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ്, ഫാദർ യുവർ കിങ്ഡം കം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വർഗരാജ്യം, ദൈവരാജ്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് യേശു മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പാരബിൾ കൂടെ, ഉപമയിൽ കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒത്തിരി ഉപമകൾ പറയുന്നുണ്ട്. wherever Jesus went, he was giving importance to the preaching of the kingdom of God. നമ്മളും അങ്ങനെയാണ്. എവിടെ പോയാലും ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കണം, ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവരാജ്യം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, യേശു കുറേ ഉപമ പറഞ്ഞു. അതായത് ഒരു സോവർ ഈ ഗോതമ്പ് വിതച്ചു. ആ ഗോതമ്പ് വളർന്നു വന്നപ്പോൾ അതിൻ്റെ കൂടെ കള വിത്ത് സോ മെനി വീഡ്സ് ഗ്രൂ അപ്പ്. അപ്പം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ കർത്താവേ ഇങ്ങനെ ഉപമ പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ യേശു പറയുകയാണ്, ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, അതായത് യേശു ക്രിസ്തുവാണ്, ദ സൺ ഓഫ് ഗോഡ്. ദ ഗുഡ് സീഡ് സോൺ ഈസ് ബൈ ദാറ്റ് ഈസ് ജീസസ്. ദെൻ he says വയൽ ലോകമാണെന്ന്, ദ ഫീൽഡ് ഈസ് ദ വേൾഡ്. പിന്നെ നല്ല വിത്ത്, അതായത് നല്ല വിത്ത് വിതയ്ക്കുന്ന രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്, കള ദുഷ്ടൻ്റെ പുത്രന്മാരാണ്. സോ the children of God, they are the good seed, they sow good seed. പിന്നെ ദുഷ്ടന്മാർ, അതായത് wicked people are putting the weeds. അത് വിതച്ച് ശത്രു പിശാചാണെന്ന്. സോ ഹൂ സോഡ് ദാറ്റ് വീഡ്സ്, ദാറ്റ് ഈസ് ദ ഡെവിളാണ് ചീത്തയെല്ലാം കൊണ്ടുവരുന്നത്. കള കൂട്ടി തീയിൽ ഇട്ട്. പിന്നെ കൊയ്ത്ത് ലോകാവസാനമാണെന്ന്. സോ ദ റീപ്പിംഗ് മീൻസ് ദി എൻഡ് ഓഫ് ദ വേൾഡ്. സി ഹൗ നൈസ്ലി ജീസസ് ഈസ് എക്സ്പ്ലെയിനിങ്. സോ കൊയ്ത്ത് ലോകാവസാനമാണ്, കൊയ്യുന്നവർ ദൂതന്മാരാണ്. കള കൂട്ടി തീയിൽ ഇട്ട് ചുടുമ്പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീ ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എന്നിട്ട് പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനമൊക്കെ കേൾക്കുന്നുണ്ട്. ചിലർ ചെവിയുള്ളവൻ കേൾക്കും, അത് 30 മേനി 60 മേനി 100